പത്തനംതിട്ടയിൽ യുവദമ്പതികൾ യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. റാന്നി സ്വദേശിയെ കെട്ടിത്തൂക്കിയതടക്കമുള്ള ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിലുണ്ടായത്. ഇവർ കൂടുതൽ പേരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ കോയിപ്രത്തെ വീട്ടിലെത്തിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. രണ്ട് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച ജയേഷും ഭാര്യ രശ്മിയും റിമാൻഡിലാണ്. ആറന്മുള പോലീസിൽ നിന്നും കേസന്വേഷണം കോയിപ്പുറം പോലീസ് ഏറ്റെടുത്തു. കൂടുതൽ ആളുകളെ വീട്ടിലേക്ക് എത്തിച്ച് പ്രതികൾ ക്രൂരമർദ്ദനം നടത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. രശ്മിയുടെ ഫോണിൽ നിന്നും യുവാവിന്റെ ദേഹത്ത് സ്റ്റേപ്ലർ അടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ രശ്മി സ്റ്റേപ്ലർ അടിക്കുന്ന ദൃശ്യം ജയേഷിന്റെ ഫോണിലാണ് പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ പോലീസിനായിട്ടില്ല. ഇതിനായി സൈബർ സെല്ലിന്റെ സഹായം തേടും. രശ്മിയുടെ ഫോണിൽ റാന്നി സ്വദേശി യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. കൂടുതൽ ആളുകൾ മർദ്ദനത്തിനിരയായതായി പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ രശ്മിയുടെ ഫോണിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തിയതിനാണ് റാന്നി സ്വദേശി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ജയേഷ് മൊഴി നൽകിയെങ്കിലും ഇതിനുള്ള തെളിവുകളും ഫോണിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിന്റെ ചുരുൾ അഴിക്കണമെങ്കിൽ ഇനിയും ജയേഷിനെയും രശ്മിയെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി കോയിപ്പുറം പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശി യുവാവിനെ കോയിപ്പുറത്തെ വീട്ടിലെത്തിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.